രാജഭക്തന്മാരും മതഭക്തന്മാരും ജാതിഭക്തന്മാരും എഴുതി പെരുപ്പിച്ച കഥകളാണ് പ്രത്യേകിച്ച് തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്നത്. നോവലുകളെ ചരിത്രമാക്കി കാണുന്ന നമ്മുടെ ഒരു സ്വഭാവം, അത് പലപ്പോഴും പുത്തൻ തലമുറയെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അവിടെയാണ് എട്ട് വീട്ടിൽ പിള്ളമാർ സംബന്ധിച്ച മിത്തുകളും സത്യങ്ങളും നമ്മളൊരിക്കൽ ചർച്ച ചെയ്തതാണ്. അതുപോലെ എട്ടരയോഗം പോറ്റിമാരെ സംബന്ധിച്ച് അതിൻ്റെ സത്യാവസ്ഥ നമ്മളൊരിക്കൽ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് തമ്പിമാരുടെ കഥയാണ്. പപ്പുത്തമ്പിയും രാമൻ തമ്പിയും എന്ന് വിളിച്ചു വരുന്ന രണ്ട് തമ്പിമാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ സത്യാവസ്ഥയിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കുന്നത്. നമുക്കറിയാം, മാർത്താണ്ഡവർമ്മയുടെ അമ്മാവൻ ബാലരാമവർമ്മ വിവാഹം കഴിക്കുന്നത് അഭിരാമി എന്നു പേരുള്ള ഒരു തമിഴ് സ്ത്രീയെ. അപ്പോൾ അതിൻ്റെ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് അവർ അയോധ്യയിൽ നിന്നും വന്നവരാണ്. അയോധ്യയിൽ നിന്നും വന്ന ആ നർത്തകിയാണ് അവരുടെ നമ്മുടെ ശുചീന്ദ്രത്ത് ഉത്സവ തേരോട്ടം നടക്കുന്ന സമയത്ത് ഈ സുന്ദരിയായ സ്ത്രീ അതിഗംഭീരമായി നൃത്തം ചെയ്യുകയും അതിൽ മയങ്ങി അവരെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു അന്നത്തെ യുവരാജാവായിരുന്ന ബാലരാമവർമ്മ. അതിൽ ജനിക്കുന്ന രണ്ട് കുട്ടികളാണ് പപ്പുത്തമ്പിയും രാമൻ തമ്പിയും എന്നൊക്കെയാണ് നമ്മുടെ കഥകൾ പോകുന്നത്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഏത് സാഹചര്യത്തിലാണ് ഇവരിവിടെ വന്നത്. അയോധ്യയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക്, പ്രത്യേകിച്ച് നാഞ്ചനാട്ടിലേക്ക് അവർ വരാനുണ്ടായ കാരണം എന്താ? ഇത് തമ്മിൽ ഏതാണ്ട് 50,000 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഇന്നത്തെ വാഹന സംവിധാനങ്ങളൊക്കെ സ്വപ്നാവസ്ഥയിലായിരുന്നൊരു കാലം. കാൽനടയായിട്ട് വേണം യാത്ര ചെയ്യാൻ. അവരേത് സാഹചര്യത്തിലാണ് ഇവിടെ വന്നത്? ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് ചെല്ലുമ്പോൾ മറ്റു ചില സത്യങ്ങൾ നമുക്ക് ബോധ്യം വരും. അയോധ്യയിൽ നിന്നാണ് അവർ വരുന്നത്. ആദ്യമായി അയോധ്യ എവിടെയാണ്? എത്ര അയോധ്യയുണ്ട്? നമ്മുടെയൊക്കെ ധാരണയിൽ നമുക്ക് വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശിലെ അയോധ്യയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അയോധ്യയും ശ്രീരാമ പ്രതിഷ്ഠയും ശ്രീരാമക്ഷേത്രവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ നമ്മുടെ തമിഴ്നാട്ടിലൊരു അയോധ്യയുണ്ട്, അത് സേലത്താണ്. സേലത്തുള്ളൊരു ചെറിയ പട്ടണമാണ് അയോധ്യ. അവിടെ ചെന്ന് നമ്മൾ അയോധ്യ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അവിടെ ഒരു അയോധ്യ കിട്ടും. അവിടുത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ചും ഒക്കെ ഉള്ള ഒരു കൊച്ചു ഗ്രാമം, ഒരു ചെറിയ നാട്ടു ചന്തയൊക്കെ ഉള്ളൊരു കൊച്ചു ഗ്രാമമാണ് ഈ അയോധ്യ. അയോധ്യാപുരി എന്നാണ്. പക്ഷെ തമിഴിൽ അയോധ്യ എന്നാൽ എഴുതുക അയോധ്യ എന്നാണ്. ഇവിടെ നിന്നാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അവരെന്തിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇറാനിയൻ യാത്രികനായ ചരിത്രകാരനായ അദ്ദേഹം രേഖപ്പെടുത്തിയ തെക്കേ ഇന്ത്യയിൽ നിലനിന്ന അതിരൂക്ഷമായ 6-7 കൊല്ലക്കാലത്തെ വരൾച്ച, മൃഗങ്ങൾ റോഡിൽ ചത്തു കിടക്കുന്നത് അദ്ദേഹം കാണുന്നു. വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയിരിക്കുന്നു. മനുഷ്യർ പോലും എല്ലും തോലുമായി മരിച്ചു വീടുന്ന അവസ്ഥ അദ്ദേഹം കണ്ടിരിക്കുന്നു. അത് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് അയോധ്യാപുരി, സേലത്തെ അയോധ്യാപുരിയിൽ നിന്നും അഭിരാമി എന്നു പേരായ സ്ത്രീയും യുവതിയും അമ്മാവനായ കൊച്ചു കുമാരപിള്ളയും കൂടി ശുചീന്ദ്രത്തെത്തുന്നത്. അന്ന് ശുചീന്ദ്രമല്ല പത്മനാഭപുരമാണ് അന്നത്തെ തലസ്ഥാനം. അവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സഹ്യന് പടിഞ്ഞാറുള്ള ഭാഗം എല്ലാ കാലത്തും പച്ചപ്പ് നിറഞ്ഞതാണ്. 2 മൺസൂൺ നമുക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും തണുപ്പും പച്ചപ്പും കുടിക്കാനുള്ള വെള്ളവുമൊക്കെ നമുക്ക് എല്ലാ കാലത്തും സുലഭമായിരുന്നു. ഒരുപക്ഷെ ഇന്നതിന് മാറ്റം വന്നിരിക്കാം, അത് കാലത്തിൻ്റെ മാറ്റമാണ്. പക്ഷെ ഈ പറയുന്ന കാലഘട്ടത്തിൽ 1300 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും കൊണ്ട് സസ്യശ്യാമള കോമളമായ ഈ പ്രദേശത്തേക്ക് അവർ കുടിയേറുകയാണ് ഉണ്ടായത്. അങ്ങനെ കുടിയേറി ശുചീന്ദ്രത്ത് വരുമ്പോൾ, ശുചീന്ദ്രത്ത് നടക്കുന്ന ഉത്സവത്തിൽ അവർ നല്ലൊരു നർത്തകിയാണെന്ന് തിരിച്ചറിയുകയും അവിടുത്തെ പൂജാരിമാരുടെ പിന്തുണയോടുകൂടിയാണ് ആ വേദിയിൽ അവർ നൃത്തം ചെയ്യുകയും ചെയ്യും. അവിടെ വെച്ച് ഇദ്ദേഹത്തിന് അന്നത്തെ യുവരാജാവായിരുന്ന ബാലരാമവർമ്മയ്ക്ക് ഭ്രമം തോന്നുന്നു. അങ്ങനെ അത് കൊച്ചുകുമാരപിള്ളയെ അറിയിക്കുന്നു. കൊച്ചുകുമാരപിള്ള സമ്മതിക്കുന്നു. അങ്ങനെ ആ വിവാഹം നടക്കുന്നു. ആ വിവാഹത്തിൽ ജനിച്ച
രണ്ട് കുട്ടികളാണ് തമ്പിമാർ. ഇവിടെ തിരുവിതാംകൂർ രാജാക്കന്മാർ വിവാഹം കഴിക്കാറില്ല. അതിന് പകരം പട്ടും പരിവട്ടവും കൊടുക്കാറാണ് പതിവ്. പട്ടും പരിവട്ടവും എന്നാണ് അതിൻ്റെ ഭാഷ്യം. പട്ടും പരിവട്ടവും കൊടുത്തു കഴിഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്ന തമ്പിമാരെന്നാണ്. അതുപോലെ തന്നെ രാജാവ് കല്യാണം കഴിക്കുന്ന ആ സ്ത്രീയെ രാജ്ഞിയെന്നോ റാണിയെന്നോ ഒന്നും അല്ല പറയാറുള്ളത്. അവരെ പറയുന്നത് അമ്മച്ചിമാരെന്നാണ്. തിരുവനന്തപുരത്തെ അമ്മ വീടുകളെല്ലാം അവരുടെ വീടുകളാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം വീട് വെച്ച് കൊടുക്കുകയാണ്. വീട് വെച്ച് കൊടുക്കുകയും ആ വീട്ടിൽ അവർ താമസിക്കുകയും അവർ അമ്മച്ചിമാരെന്നറിയപ്പെടുകയും അമ്മച്ചിമാരെന്ന് പൊതുസമൂഹം അവർ വിളിക്കുകയും ചെയ്യുന്നു. ആ വീടുകളും അറിയപ്പെടുന്ന അമ്മച്ചി വീടെന്നാണ്. അങ്ങനെ അമ്മച്ചി ആയി ഈ അഭിരാമി സ്വീകരിക്കുകയും അതിൽ ജനിക്കുന്ന രണ്ട് കുട്ടികളാണ് തമ്പിമാർ. അത് നമ്മൾ നോവൽ വായിക്കും, സി വി രാമപിള്ളയുടെ നോവൽ വായിക്കുമ്പോൾ അതിനകത്ത് രാമൻ തമ്പിയും പപ്പു തമ്പിയും എന്നതിനകത്ത് എഴുതി കാണും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ചരിത്രകൃതിയല്ലെന്നും അത് സി വിയുടെ മനോഹരമായ ഒരു നോവലാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. മാർത്താണ്ഡവർമ്മ മരിച്ച് 1075 കൊല്ലം കഴിഞ്ഞാണ് സി വി രാമപിള്ള ജനിക്കുന്നത് തന്നെ. അപ്പം ഈ തമ്പി എന്ന പേര് ശരിയാണ്, പക്ഷേ ഈ അതിനു മുമ്പ് പറയുന്ന പേരുകൾ ശരിയല്ല. കാര്യം മതിലകൻ രേഖയാണ് നമ്മുടെ ആധികാരികമായ ചരിത്രരേഖ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിലെ വരവ് ചെലവ് കണക്കുകൾ, രാജ്യത്തിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു നാൾവഴി പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ മതിലകൻ രേഖകൾ. 35 ലക്ഷം ഓലകളിലായിട്ട് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഇതിനകത്ത് പറയുന്നത് തമ്പി രാമനെന്നും തമ്പി രാമനാദിച്ചനും എന്നും ആണ്. തമ്പി രാമൻ മൂത്തയാളും തമ്പി രാമനാദിച്ചൻ രണ്ടാമത്തെ ആളും. അതിൽ തമ്പി രാമന് ഒരു പ്രത്യേക പേരുണ്ട്, കണക്ക് തമ്പി രാമൻ എന്നാണ്. എന്താണ് കണക്ക് തമ്പി രാമൻ? നമുക്കറിയാം, മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമുക്കിവിടെ തിരുവിതാംകൂർ നടന്ന ഒരുതരം ഫ്യൂഡൽ ഭരണമാണ്. ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരായി അന്നറിയപ്പെടുന്നത് രണ്ട് വിഭാഗക്കാരാണ്, പിള്ളമാരും കുറുപ്പന്മാരും. കുറുപ്പ് കളരി ആശാന്മാരും കളരി പഠിപ്പിച്ചിറക്കുന്ന ആളുകളുമാണ് എങ്കിൽ പിള്ളമാർ കരം പിരിവുകാരാണ്. അവർക്ക് രണ്ട് ജോലിയാണ്, ഒന്ന് കരം പിരിക്കുക, രണ്ടാമത്തേത് ക്രമസമാധാനം പാലിക്കുക. അത് ക്രമസമാധാനം പാലിക്കുന്ന പിള്ളമാർ അറിയപ്പെടുന്ന വാൾ പിടിച്ച പിള്ളയെന്നാണ്. അവർ നടക്കുമ്പോൾ എപ്പോഴും അവരുടെ കയ്യിലൊരു വാളുണ്ടായിരിക്കും. അവർ പോകുമ്പോൾ തന്നെ ആളുകളൊക്കെ പഞ്ചപുച്ഛം അടക്കി നിൽക്കും. അവർ ശരിക്കും ക്രമസമാധാന പാലകരായിട്ട് ഇന്ന് ഒരു പക്ഷേ സബ് ഇൻസ്പെക്ടറുടെയോ സർക്കിൾ ഇൻസ്പെക്ടറുടെയൊക്കെ പദവിയായിരുന്നു വാൾ പിടിച്ച പിള്ളയ്ക്കുണ്ടായിരുന്നു. ഇനിയുള്ളത് കരംപിരിവുകാരായ പിള്ളമാരാണ്. ആ കരംപിരിവുകാരായ പിള്ളമാരെ തിരിച്ചറിയാൻ കണക്ക് എന്ന് ചേർക്കും പേരിന്. വേലുത്തമ്പി തളവ കണക്കനാണ്, അതിൻ്റെ പേരിന് മുമ്പ് കണക്ക് എന്ന് ചേർക്കും. കണക്ക് ചെമ്പകരാമൻ തമ്പി വേലായുധൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. കണക്ക് ചെമ്പകരാമൻ തമ്പി വേലായുധൻ എന്നാണ് പൂർണ്ണ രൂപത്തിൽ വേലുത്തമ്പി തളവയെക്കുറിച്ച് രേഖകളിൽ കാണുന്നത്. അതുപോലെ കണക്ക് തമ്പി രാമൻ എന്നാണ് ഈ മൂത്തയാളായ തമ്പിയെ കാണും. അപ്പോൾ ഈ തമ്പിമാരൊക്കെ വളർന്ന് വലുതായതിനു ശേഷമാണ് അച്ഛൻ ഏതാണ്ട് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോഴാണ് മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം അച്ഛൻ രാജാവായി മാറുന്നു. അച്ഛൻ രാജാവാകുന്നു. അതായത് കണക്കുകളൊക്കെ സൂക്ഷിക്കുന്ന പിള്ളയായിട്ട് മൂത്ത മകൻ നിൽക്കുന്നു. അനിയൻ കളരി സമ്പ്രദായവുമായി കടന്നു പോകുന്നു. അങ്ങനെ നടന്നു വരവെയാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിക്കുമ്പോൾ അടുത്ത് രാജാവാകേണ്ടത് അനന്തരവനാണ്. അനന്തരവൻ മാർത്താണ്ഡവർമ്മയാണ്. ഇവിടെയാണ് തർക്കം ഉടലെടുക്കുന്നത്. നമ്മുടെ ആധുനിക ചരിത്രകാരന്മാർ ഒരു പുതിയ ഭാഷ്യം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ്? തമ്പിമാർ അധികാരത്തിന് വേണ്ടി, അതായത് അച്ഛൻ മരിച്ചാൽ മകൻ അധികാരം കിട്ടണം, മരുമക്കത്തായത്തിന് ഒഴിവാക്കി മക്കത്തായത്തിന് വേണ്ടി വാദിച്ച ജനാധിപത്യവാദികളാണ് തമ്പിമാർ. അതുകൊണ്ടാണ് തമ്പിമാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ശത്രുക്കളായത് എന്നാണ് ഒരു ഭാഷ്യം. ഇത് ആധുനിക ചരിത്രകാരന്മാരും പ്രാചീന ചരിത്രകാരന്മാരും ഒരുപോലെ വാദിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതിന് കാരണം ഈ തമ്പിമാരുടെ അമ്മ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്.
തമിഴ് കഷ്ടമാണ് അവർക്കുള്ളത്. അവിടെ മക്കത്തായമാണ്. പിതൃദായക്രമമാണ്. മക്കത്തായം എന്നല്ല കൃത്യമായി പറഞ്ഞ പിതൃദായക്രമമാണ്. പിതാവിൻ്റെ സ്വത്ത് മക്കൾക്ക് കിട്ടണം. കേരളത്തിൽ തിരുവിതാംകൂറിൽ മരുമക്കത്തായമാണ്, മാതൃദായക്രമമാണ്. അമ്മയുടെ സ്വത്തേ കിട്ടൂ. അപ്പൊ തമ്പിമാർക്ക് സംഭവിച്ചെന്താണ്? തമിഴ്നാട്ടിൽ നിന്ന് 10 പൈസയുടെ സ്വത്ത് കിട്ടൂല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പിതൃദായക്രമമാണ്, അവിടെ ഇല്ല. ഇവിടെ മാതൃദായ ക്രമമാണ്, ഇവിടെ ഒന്നും കിട്ടില്ല. അപ്പൊ ഇവിടെ പിതാവിൻ്റെ സ്വത്ത് കിട്ടില്ല, അവിടെ മാതാവിൻ്റെ സ്വത്തും കിട്ടില്ല. പിതൃദായക്രമം നിലവിൽ നിൽക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. മാതൃദായക്രമം നിൽക്കുന്ന ഇവിടെ നിന്നും ഒന്നും കിട്ടാത്തൊരവസ്ഥ വന്നു. യഥാർത്ഥത്തിൽ മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുമ്പോൾ മാർത്താണ്ഡവർമ്മ ചെയ്തത് ഈ മരിച്ചുപോയ അമ്മാവൻ്റെ സ്വകാര്യ സ്വത്ത് മുഴുവൻ അനന്തരവൻ പിടിച്ചെടുക്കാനുണ്ടായത്. നിയമപരമായി മാർത്താണ്ഡവർമ്മയുടെ ഭാഗം ശരിയാണ്. കാരണം അമ്മാവൻ മരിച്ചാൽ സ്വത്ത് അനന്തരവന് കിട്ടണം. അങ്ങനെ അമ്മാവൻ്റെ സ്വത്ത് അനന്തരവൻ പിടിച്ചെടുത്തതിൻ്റെ ഫലമാണ് ഈ തമ്പിമാർ അനാഥരായി മാറുന്നത്. അങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ഈ രാമൻ തമ്പി എന്നും പപ്പു തമ്പി എന്നും പറയുന്ന തമ്പി രാമനും തമ്പി രാമനാദിച്ചനും ചെയ്തു. ഇതിനാണ് അദ്ദേഹം അവരെന്ത് ചെയ്തു? തമിഴ്നാട്ടിൽ ചെന്ന് മുതലിയാർ പടയുമായി എഗ്രിമെൻ്റ് ഉണ്ടാക്കി. മുതലിയാർ നാഞ്ചനാട്ടേക്ക് പടയോട്ടം നടത്തി. നാഞ്ചനാട് മുഴുവൻ കൊള്ളയടിക്കുകയും മാർത്താണ്ഡവർമ്മയെ തടവിൽ പിടിക്കുകയും എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലത്തേക്ക് കടത്തുകയും ചെയ്തതിൻ്റെ രേഖകളൊക്കെ നമുക്ക് ലഭ്യമാണ്. പക്ഷേ മാർത്താണ്ഡവർമ്മ തിരിച്ചധികാരത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെ പോയാൽ പ്രശ്നം അപകടമാണ്. തമിഴ്നാടുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തമ്പിമാർക്കുണ്ട്. കാര്യം അമ്മ തമിഴ്നാട്ടുകാരിയാണ്. ആ തമിഴ് ബന്ധം വെച്ചുകൊണ്ട് തന്നെ തകർക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി ആദ്യം മൂത്ത തമ്പിയെയും രണ്ടാമത് ഇളയ തമ്പിയെയും വകവരുത്തും. അപ്പൊ ഇതിനകത്ത് ഒരു 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 രാജകീയ തന്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ മാർത്താണ്ഡവർമ്മ ശരിയാണ്. മാനുഷിക വശം വെച്ച് നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ തമ്പിമാരുടെ ഭാഗം ശരിയാണ്. തമ്പിമാർ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, മറിച്ച് അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. കാരണം തമ്പിമാർക്കറിയാം തമ്പിമാരുടെ അച്ഛൻ അധികാരത്തിൽ വന്നത് മരുമക്കത്തായ സമ്പ്രദായ പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നറിയാം. പക്ഷേ അവരെ പോരാടിയത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അവരുടെ രാജകീയ പദവിയിൽ അവരെങ്ങനെ ജീവിച്ചോ അതുപോലെ തുടർന്ന് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ സ്വത്തിന് വേണ്ടിയാണ്. എന്നാൽ മാർത്താണ്ഡവർമ്മ ചെയ്തത് അമ്മാവൻ മരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് അനന്തരവന് ചെല്ലേണ്ടതാണ്. അതുകൊണ്ട് അനന്തരവൻ എന്നുള്ള നിലയ്ക്ക് അമ്മാവൻ്റെ സ്വത്ത് മുഴുവൻ അദ്ദേഹം പിടിച്ചെടുക്കാനുള്ളത്. ഇദ്ദേഹത്തിന് ധാരാളം, അതായത് മരിച്ചുപോയ ബാലരാമവർമ്മയ്ക്ക് ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നു. അതിൽ വിളപ്പിൽ അവിടെ ഏകദേശം ഏതാണ്ട് 100-150 ഏക്കറോളം സ്വത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. നാഞ്ചനാട്ടിൽ ഏതാണ്ട് 1000-ഓളം ഏക്കർ സ്വത്തുണ്ടായിരുന്നതായി രേഖകളുണ്ട്. അങ്ങനെ നാഞ്ചനാട് വിളപ്പിൽ തിരുവനന്തപുരത്ത് സ്വത്തുക്കൾ ധാരാളം ഉണ്ടായിരുന്നതായി രേഖകളുണ്ട്. പട്ടത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് സ്വത്ത്. അങ്ങനെ പല ഭാഗത്തായി അദ്ദേഹത്തിന് സ്വകാര്യ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ സ്വകാര്യ സ്വത്തുക്കളുടെ മുഴുവൻ അനുഭവം എടുത്തിരുന്നത് അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ മക്കളായിരുന്നു. പക്ഷേ മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുമ്പോൾ നിയമമനുസരിച്ച്, തിരുവിതാംകൂറിലെ നിയമമനുസരിച്ച് അമ്മാവൻ്റെ സ്വത്ത് മരുമക്കൾക്ക് അല്ലെങ്കിൽ അനന്തരവന് എന്നുള്ള നിലയ്ക്ക് ആ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും ഈ തമ്പിമാർ അനാഥരായി, അതായത് പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്ക് മാറുന്ന ഒരവസ്ഥയിലാണ് അവർ തമിഴ്നാട്ടിൽ ചെന്ന് മുതലിയാരെ കൊണ്ടുവന്ന് ഈ പടയോട്ടമൊക്കെ നടത്തുകയും അവസാനം വളരെ ദാരുണമായി തന്നെ അവരുടെ അന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ആളുകൾ ഇപ്പോഴും പറയുന്നത്, ഈ രാജഭക്തന്മാരിപ്പോഴും എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത് മാർത്താണ്ഡവർമ്മയെ അധികാരഭ്രഷ്ടനാക്കാൻ വേണ്ടി, മാർത്താണ്ഡവർമ്മയുടെ കസേര സ്വന്തമായി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ പോരാട്ടമെന്നാണ്. പക്ഷേ ചരിത്രം നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ തമിഴ്നാട്ടിലെ മക്കത്തായവും കേരളത്തിലെ മരുമക്കത്തായവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പരിണിത ഫലമാണ് തമ്പിമാരുടെ ദുരന്തമായ അവസാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനൊരു അനുബന്ധം കൂടിയുണ്ട്. തമിഴ്നാട്ടിലെ ചാത്തൻവിള എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ശിവക്ഷേത്രത്തിൽ ഈ തമ്പിമാരെ വെച്ച് പൂജിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ അറിയണം. തമ്പിമാർ 2 പേർ, അതായത് തമ്പി രാമൻ, തമ്പി രാമനാദിച്ചൻ, അവരുടെ അമ്മാവനായ കൊച്ചു കുമാരപിള്ള, അവരുടെ അപ്പൂപ്പനായ കൊച്ചു കുമാരപിള്ള, അമ്മയായ അഭിരാമി,
സഹോദരിയായ കൊച്ചുമണി തങ്ക, ഈ 5 പേരുടെയും പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ പൂജയുണ്ട്. അവിടെ ഊട്ടുപാട്ടായി പാടുന്നത് തമ്പിമാർ കഥൈ എന്ന് പറയുന്ന തമിഴും മലയാളവും കൂടെ ചേർന്നുള്ള ഒരു പാട്ടാണ്. അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വലിയ തമ്പി കുഞ്ചുത്തമ്പി എന്ന പേരിൽ ആ പാട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് തക്കലയ്ക്കടുത്തുള്ള ചാത്തൻവിള എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഇന്നും പാടി വരുന്ന ഊട്ടുപാട്ടാണ് തമ്പിമാർ കഥൈ. അവിടെ ദൈവങ്ങളായി ഈ 5 പേരെയും, അതായത് രാമൻ തമ്പി എന്ന് പറയുന്ന തമ്പി രാമൻ, പിന്നെ പപ്പു തമ്പി എന്ന് പറയുന്ന പിന്നെ രാമനാദിച്ചൻ, അഭിരാമിയുടെ മകളായ കൊച്ചുമണി തങ്ക, അഭിരാമിയുടെ അമ്മാവനായ കൊച്ചുകുമാരപിള്ള, ഈ 5 പേരുടെയും പ്രതിമ വെച്ച് എന്നും ആരാധിച്ചു വരുന്നു. ഒരുപക്ഷെ അത്രയും ദുഷ്ട ഒരു കഥാപാത്രമായിരുന്നു എങ്കിൽ അവർക്ക് സ്വാഭാവികമായി ഇങ്ങനെ ഒരു പദവി കിട്ടും എന്ന് വിചാരിക്കാൻ നമ്മളെ യുക്തി അനുവദിക്കുന്നില്ല. നന്ദി.